ഹായ് ഗൈസ്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡോം എന്നുള്ളൊരു ടേം യൂസ് ചെയ്തിരുന്നു അല്ലേ. ആക്ച്വലി എന്താണ് ഈ ഡോം എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോകുന്നത്? അത് നമുക്ക് മനസ്സിലാക്കേണ്ട ആദ്യം ഈ ബ്രൗസർ HTML കോഡിനോട് എന്താണ് ചെയ്യുന്നത്, പിന്നെ ജാവാസ്ക്രിപ്റ്റ് അതുമായി എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് മെയിൻ പാർട്ട് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ജാവാസ്ക്രിപ്റ്റും പിന്നെ ഒന്ന് ബ്രൗസറും ഉണ്ട്. സോ ഇവ രണ്ടും ഓൾവേസ് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇനി അസ്യൂം ചെയ്യൂ, ആക്ച്വലി നമ്മുടെ വെബ് പേജിൽ ബേസിക് HTML കോഡെന്ന് വിചാരിക്കാം. ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഹെഡ് ഇല്ല, നമ്മൾ കൊടുത്തിട്ടില്ല. ഹെഡ് ഉണ്ടാവും പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് ബോഡി കണ്ടന്റ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അത് ഇമാജിൻ ചെയ്യാം. ബേസിക്കലി എന്താ വെച്ചാൽ ഒരു H1 എഴുതിയിട്ടുണ്ട് ബോഡിയുടെ ഉള്ളിൽ, ആകെ അത്രേ ഉള്ളൂ. ഇപ്പോൾ അത്ര കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു വെൽക്കം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ HTML ഫയൽ ഡൗൺലോഡ് ആയ ശേഷം ബ്രൗസർ അതിനെ എന്ത് ചോദിച്ചാൽ ആദ്യം പാഴ്സ് ചെയ്യും, പിന്നെ അതിനെ അത് റെൻഡർ ചെയ്യും. ഓക്കെ, ബ്രൗസർ സാധാരണ HTML ഫയൽ നമ്മൾ ടോപ്പ് ടു ബോട്ടമാണ് വായിക്കുക. ഓക്കെ, ഇത് ഇതിൻ്റെ ഇടയിലൊക്കെ സ്ക്രിപ്റ്റ് ടാഗ് വന്നു കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഹൗ വി ലോഡ് ഇറ്റ്, ചിലപ്പോൾ മുകളിലായിരിക്കും, ചിലപ്പോൾ അവസാനമായിരിക്കും സ്ക്രിപ്റ്റ് പ്രയോഗം എടുക്കണ്ടാവുക. ഞാൻ മുകളിലാന്ന് വിചാരിക്കുക. സോ ബ്രൗസർ സ്ക്രിപ്റ്റ് കണ്ടാൽ അത് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ HTML എലമെൻറ്റ്സ് കണ്ടാൽ പിന്നെ അത് പാസ് ചെയ്ത് റെൻഡർ ചെയ്യും. ഓക്കെ, സോ അവസാനം അത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ സ്ക്രീനിലേക്ക് പിക്സൽ ഡ്രോ ചെയ്യും. അതായത് നമ്മൾ കാണുന്ന ടൈറ്റിൽ, ബട്ടൺ, ടെക്സ്റ്റ് എല്ലാം തന്നെയാണ് അത് കാണിക്കുന്നത്, ബ്രൗസർ സ്ക്രീനിൽ കാണിക്കുന്നത്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് വെബ് പേജ് ലോഡ് ആകുന്നത് ബ്രൗസർ വഴി തന്നെയാണ്. ആൻഡ് റിമെമ്പർ, ജാവാസ്ക്രിപ്റ്റ് ഈസ് എ ഹോസ്റ്റഡ് ലാംഗ്വേജ്. ഈ ഹോസ്റ്റഡ് ലാംഗ്വേജ് എന്താണെന്ന് പറയാൻ കാരണം വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ എൻവയോൺമെൻറ്റ് ബ്രൗസറാണ് നൽകുന്നത്. ഓക്കെ, സോ ബ്രൗസറാണെന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചു ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ, ക്രോമിൽ നമ്മൾ V8 എഞ്ചിൻ യൂസ് ചെയ്യുന്നുണ്ട്, ഫയർഫോക്സിൽ സ്പൈഡർമാങ്കി യൂസ് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക്കലി ബ്രൗസറാണ്. പിന്നെ ജാവാസ്ക്രിപ്റ്റ് കോഡ് പാഴ്സ് ആൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതും ബേസിക്കലി ബ്രൗസറിൻ്റെ എഞ്ചിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതുപോലെ ബ്രൗസർ ജാവാസ്ക്രിപ്റ്റിന് വെബ് APIs കൂടി എക്സ്പോസ് ചെയ്യുന്നുണ്ട്. സോ ജാവാസ്ക്രിപ്റ്റിലേക്ക് ബ്രൗസറിൻ്റെ ഫീച്ചേഴ്സൊക്കെ ആക്സസ് ചെയ്യാനും പറ്റും. സോ ഇതാണ് നമ്മൾ ഡോമിൻ്റെ ഒരു ഐഡിയ നമ്മൾ പറയുന്നത് ആക്ച്വലി. പക്ഷേ എന്നാലും നമുക്ക് ഡോം എന്നത് എന്താണെന്ന് ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നു HTML കോഡ് ഇങ്ങനെ ബ്രൗസറിലേക്ക് വന്ന് എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ബ്രൗസർ HTML പാസ് ചെയ്തത് റെൻഡർ ചെയ്ത ശേഷം ആ HTMLൻ്റെ ഒരു ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷൻ ബ്രൗസർ ക്രിയേറ്റ് ചെയ്യും. ആ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ അഥവാ ഡോം എന്ന് പറയുന്നത്. സോ ഡോം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ലോഡഡ് ആൻഡ് റെൻഡഡ് HTML എന്ന് പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ മോർ പ്രിസൈസ്ലി HTMLൻ്റെ ഒബ്ജക്റ്റ് ബേസ്ഡ് സ്ട്രക്ചറാണ്, ബ്രൗസർ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ബേസ്ഡ് സ്ട്രക്ചറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ജാവാസ്ക്രിപ്റ്റിന് ആക്സസ് ചെയ്യാൻ കഴിയുന്ന സ്ട്രക്ചറും ആണ് ഈ ഡോം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ജാവാസ്ക്രിപ്റ്റ് ബ്രൗസറിൻ്റെ റെൻഡഡ് HTML ഡയറക്റ്റായി ടച്ച് ചെയ്യില്ല. പകരം അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ബ്രൗസർ എക്സ്പോസ് ചെയ്യുന്ന ഡോം ഒബ്ജക്ട്സ് വഴിയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. document.query selector H1 നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കിട്ടുന്ന ഇതിനെടുത്തിട്ട് ടൈറ്റിൽ E1ലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ലോഡഡ് HTMLലെ ആദ്യത്തെ H1 എലമെൻറ്റ് സെലക്ട് ചെയ്തിട്ട് അത് ജാവാസ്ക്രിപ്റ്റ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. സോ ഈ മോഡ്യൂളിൽ നിങ്ങളിപ്പോൾ ലേൺ ചെയ്യാൻ പോകുന്നത് ബേസിക്കലി ഈ ക്വറി സെലക്ടർ, ഗെറ്റ് എലമെൻറ്റ് ബൈ ID, ക്ലാസ് സെലക്ടേഴ്സ്, എലമെൻറ്റ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, സ്റ്റൈൽസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ന്യൂ എലമെൻറ്റ്സ് എങ്ങനെ ആഡ് ചെയ്യില്ലെങ്കിൽ റിമൂവ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ലേറ്റർ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇനിയൊരു ചെറിയ സൈഡ് നോട്ട് പോലെ പറയുകയാണെങ്കിൽ ഡോം സ്ട്രിക്ട്ലി ബ്രൗസറിലേക്ക് മാത്രം ടൈഡപ്പ് അല്ല കേട്ടോ, ഒതുങ്ങിയിരിക്കുന്നതല്ല. സോ വേണമെങ്കിൽ വേറെ ടൂൾസ് അല്ലെങ്കിൽ ലാംഗ്വേജസ്, ഫോർ എക്സാമ്പിൾ ഒരു പൈത്തണിലൊക്കെ HTML പാസ് ചെയ്യാൻ പറ്റും. പൈത്തണിലൊക്കെ HTML പാസ് ചെയ്തെടുക്കാൻ പറ്റും. സോ പൈത്തണിൽ ബ്യൂട്ടിഫുൾ സോപ്പ് എന്ന് പോലെയുള്ള ഒരു ടൂൾസൊക്കെ ഉണ്ട്. ആക്ച്വലി ഞാൻ പണ്ട് വായിച്ച് കേട്ടിട്ടാണ്, എനിക്ക് പൈത്തൺ കാര്യമായിട്ട് അറിയില്ല. സോ അങ്ങനത്തെ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് HTML പാസ് ചെയ്തെടുക്കാം. ഓക്കെ, സോ Node.js ബ്രൗസറിലില്ല. സോ ബൈ ഡിഫോൾട്ട് Node.js ഡോം ബിൽട്ടിനൊന്നും അല്ല, ബട്ട് പാക്കേജസ് ഒക്കെ ഉപയോഗിച്ചിട്ട് HTML പാസ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ JS DOM എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലൈബ്രറി ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് HTML പാസ് ചെയ്തെടുക്കാൻ പറ്റും. ബ്രൗസറിൽ മീൻ വൈൽ ഇതെല്ലാം ബിൽട്ടിനായി തന്നെയാണ് റെഡിയാക്കുന്നത്. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് ലൈബ്രറി ഒന്നും അല്ലെങ്കിൽ പുറത്ത് ലൈബ്രറി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ബ്രൗസർ ഇത് ടേക്ക് കെയർ ചെയ്യും. ഇനി നമുക്ക് ചില ബ്രൗസർ ഡോം ആക്സസ് നമുക്ക് തരുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ബ്രൗസർ ഡോം ആക്സസ് നമുക്ക് തരുന്നത് രണ്ട് മെയിൻ ഗ്ലോബൽ ഒബ്ജക്ട്സ് വഴിയാണ്. ഓക്കെ, സോ അതെന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തേതാണ് ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ്. ഡോമിൻ്റെ റൂട്ട് എൻട്രി പോയിൻ്റ് ആണ് നമുക്ക് ഈ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ടോപ്പ് മോസ്റ്റ് ഡോം നോഡ് കോൺസെപ്റ്റ്
പിന്നെ HTML എലമെൻറ്റ്സ് ക്വറി ചെയ്യാൻ മെത്തേഡ്സ് ഒക്കെ കൊടുക്കുന്നതാണ് ആക്ച്വലി ഇത് ഡോക്യുമെൻറ്റ്. പിന്നെ നമുക്ക് ഈ ക്വറി സെലക്ടർ, ഗെറ്റ് എലമെൻറ്റ് ബൈ ഐഡി എക്സെട്ര എല്ലാം തന്നെ DOM കണ്ടൻറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ആക്സസ് ആണ് ആക്ച്വലി. ഓക്കെ, അല്ലെങ്കിൽ ടൂൾസ് ആണെന്ന് പറയുക. സോ ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ HTML പേജിലേക്കുള്ളൊരു എൻട്രി ഗേറ്റ് ആണെന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റും. വിൻഡോ ഇനി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോ ബേസിക്കലി ഇവിടെ എന്താ വെച്ചാൽ ആക്ച്വലി ഡോക്യുമെൻറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഇൻ വിൻഡോ എന്ന് പറയാൻ പറ്റും. കാരണം വിൻഡോ ഒബ്ജക്റ്റിലെ ഒരു പ്രോപ്പർട്ടിയാണ് ഡോക്യുമെൻറ്റ്. സോ റിയൽ ടോപ്പ് ലെവൽ ഗ്ലോബൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വിൻഡോ ആണ്. ഓക്കെ, വിൻഡോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആക്റ്റീവ് ബ്രൗസർ വിൻഡോ അല്ലെങ്കിൽ ടാബാണ്. ബ്രൗസർ എക്സ്പോസ് ചെയ്യുന്ന ഗ്ലോബൽ ഫീച്ചേഴ്സ്, സ്ക്രീൻ സൈസ്, ലൊക്കേഷൻ, ടൈമേഴ്സ്, അലേർട്സ് എക്സെട്ര അതെല്ലാം തന്നെ ആക്ച്വലി വിൻഡോ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വിൻഡോ ഡോട്ട് ഡോക്യുമെൻ്റ് ആണ് നമുക്ക് ആ ഡോക്യുമെൻറ്റ് കിട്ടുന്നത്. കാരണം വിൻഡോ ആണ് ഗ്ലോബൽ റൂട്ട് ഒബ്ജക്റ്റ്. ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ വിൻഡോൻ്റെ പ്രോപ്പർട്ടിയാണ്, ഡോമിൻ്റെ എൻട്രി പോയിൻ്റ് ആണ്. സോ വിൻഡോ ഡോട്ട് ഡോക്യുമെൻ്റ് എന്നാണ് ആക്ച്വലി എന്താ പറയുക ഈ എൻട്രി പോയിൻ്റ്, ഡോമിൻ്റെ എൻട്രി പോയിൻ്റ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, സോ സിമ്പിളായി പറയുകയാണെങ്കിൽ ബ്രൗസർ HTML ഡൗൺലോഡ് ചെയ്ത് പാഴ്സ് ചെയ്ത് റെൻഡർ ചെയ്ത് പിക്സൽസ് ഡ്രോ ചെയ്ത് നമ്മൾ പറഞ്ഞു. ബ്രൗസർ HTMLൻ്റെ ഒബ്ജക്റ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു, അതാണ് ഡോം. JS ഡോമിനെ ഇൻട്രാക്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് വഴിയാണ് നമ്മൾ പറഞ്ഞു വെച്ചു. ഓക്കെ, പിന്നെ ടോപ്പ് മോസ്റ്റ് ഗ്ലോബൽ ഒബ്ജക്റ്റ് വിൻഡോ ആണ്. പിന്നെ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ വിൻഡോയുടെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇത്രയും നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ബേസിക്കലി ഡോമിൽ നോട്ട്സ് ഉണ്ട്, എലമെൻറ്റ്സ് എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ എങ്ങനെ ക്വറി ചെയ്യാം, എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. സോ അത് 1 by 1 ആയിട്ട് അപ്കമിങ് വീഡിയോസിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇൻ കേസ് മനസ്സിലായില്ലെങ്കിൽ പുറത്തെ റിസോഴ്സസ് അവൈലബിൾ ആണ്, അത് നിങ്ങൾ വായിച്ച് നോക്കുക. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കേട്ട് നോക്കുക മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. എന്നിട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, കാരണം എൻ്റെ ക്ലാസ് അത്ര പോരാൻ തോന്നും. അപ്പോൾ പുറത്തെ റിസോഴ്സ് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.